ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പം നമ്മൾ വാഴക്കൂമ്പലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വാഴക്കൂമ്പൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്ന് പിറ്റേ ദിവസമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള സമയത്ത് ഇതുപോലത്തെ ഓരോ പരിപാടികളൊക്കെയാണ് ഉണ്ടാവുക. ഫ്രീ ആയിട്ടിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം വാഴക്കൂമ്പൽ വരുമ്പോഴേക്കും ഇത് ഫുള്ളാവുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ആവാണ്ട്, പക്ഷേ ഞാൻ അതിനൊന്നും സമയം കൊടുത്തില്ല. അതിന് മുന്നേ പൊട്ടിച്ച് സെറ്റാക്കാനുള്ള പരിപാടി. അപ്പം ഇന്നിത് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഭയങ്കര ഡയറ്റൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇത് ഡയറ്റിന് പറ്റിയൊരു സാധനമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറുതാക്കി നുറുക്കിയിടണം. ചെറുതാക്കി നുറുക്കിയിടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇത് നുറുക്കുന്ന സമയത്ത് കയ്യിൽ കറയൊക്കെ ആവും കേട്ടോ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇത് വയറിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതായത് കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് വളർന്ന് വരുന്ന സാധനമല്ലേ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നന്നായിട്ട്. അപ്പോൾ ഇത് കൊത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറ്റാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് മാറ്റുന്ന അരിഞ്ഞിട്ട് കിട്ടാത്ത സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ഫൈനൽ നമ്മളിങ്ങനെ അരിഞ്ഞ് ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണം. അതായത് ചോറ് വെച്ച കഞ്ഞിവെള്ളമല്ലേ, അത് ഒഴിച്ചൊക്കെ ഇതിൻ്റെ കറ കുറച്ച് ഉണ്ടാവും. നല്ല കറയുള്ള സാധനമാണ്. ഈ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചു. അതിനെല്ലാം കുറച്ച് ഉള്ളി അരിഞ്ഞു, പച്ചമുളക്, വെളുത്തുള്ളി വേണം കേട്ടോ, അല്ലെങ്കിൽ ഗ്യാസ് കയറും. ഇതിൽ വേറൊരു സാധനം കൂടി ചേർക്കേണ്ടതാണ് ഈ ചെറുപയർ നമ്മൾ നേരത്തെ വേവിച്ച് വെക്കണം. അപ്പോൾ എങ്ങനെ ചട്ടി വെച്ചു, ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് അരി ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കടിച്ച് തിന്നുന്നത്. അപ്പോൾ അതിങ്ങനെ പൊരിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് അരിയുടെ ആ ഒരു ചൊയക്ക വരുന്നത്, ഭയങ്കര രസമാണ്. പിന്നെ സവാളയും വെളുപ്പിലും എല്ലാം ഇട്ട് നമ്മൾ നല്ല വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, വായിൽ വെള്ളം വരുന്നത് പറയുമ്പോൾ തന്നെ അത് പിഴിഞ്ഞിട്ട്, അത് ആ കഞ്ഞിവെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് നമ്മളിതിലേക്കിട്ട് നല്ല ഇളക്കി വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് വേവേ ഉള്ളൂ, വലിയ വേവൊന്നുമില്ല, ചെറിയ രൂപത്തിൽ. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് നമുക്ക് വെന്ത് സെറ്റായി കഴിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ചെറുപയർ അതിലേക്കിട്ട് വേവിച്ച് വെച്ച ചെറുപയറാണ്, അതാണ് ബെറ്റർ. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു 2-3 വിസിലൊക്കെ അടിച്ച് ചെറുപയറങ്ങ് വേവിച്ച് വെച്ചാൽ അടിപൊളിയാവും. അത് വേവിച്ച് ഇതിലേക്കിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ച് അടച്ചങ്ങ് വെക്കുക. ഒരു 2 മിനിറ്റ് അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ റെഡിയായി. ഉണ്ടോ, നല്ല ഇതാക്കി വെച്ച് നല്ല വൃത്തിക്ക് അത് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചാൽ സൂപ്പർ. ഒന്ന് ആവിയും കയറ്റിയെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡിലൊരു രക്ഷയില്ലാത്ത സാധനമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ചെറുപയറും